നമസ്കാരം, എൻ്റെ പേര് മുഹമ്മദ് ഹസ്സാൻ. നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്നത് ഒരു ശാസ്ത്രീയമായിട്ട് തെങ്ങിൻ കൃഷി ചെയ്യുന്ന ഒരു ഫീൽഡിലാണ്. നമ്മുടെ മഴക്കാലം ആരംഭിച്ച് മഴ തുടങ്ങി. ഒട്ടുമിക്ക ആളുകളും ഫസ്റ്റ് റൗണ്ട് തെങ്ങിൻ വളങ്ങൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ആളുകളും ചോദിച്ചു വരുന്ന ഒരു സംശയമാണ് തെങ്ങിൻ ശാസ്ത്രീയമായിട്ട് എങ്ങനെ നമുക്ക് വളപ്രയോഗങ്ങൾ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പാരമ്പര്യഗത രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് കൂടുതൽ ആൾക്കാരും കൊടുക്കുന്നത് നമ്മുടെ ചാണകം, അതേപോലെ തന്നെ എല്ലുപൊടി തുടങ്ങിയ വളങ്ങളാണ്. അപ്പോൾ ഈ ചാണകത്തിലായിക്കോട്ടെ എല്ലുപൊടിയിലായിക്കോട്ടെ കൂടുതലായിട്ട് വരുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് ഫോസ്ഫറസ്, കാൽസ്യമാണ്. അപ്പം നമുക്ക് മറ്റുള്ള ക്രോപ്പുകളെ പോലെ തന്നെ നമ്മുടെ തെങ്ങിനും പ്രൈമറി ന്യൂട്രിയൻസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സെക്കൻഡറി മൂലകങ്ങൾ. അതായത് പ്രൈമറി ന്യൂട്രിയൻസ് ആയിട്ടുള്ള നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സെക്കൻഡറി മൂലകങ്ങളായിട്ടുള്ള കാൽഷ്യം, മാഗ്നീഷ്യം, സൾഫർ തുടങ്ങിയ മൂലകങ്ങളും ചെടിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മുടെ കൂടുതൽ ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മച്ചിങ്ങ കൊഴിച്ചിലുണ്ട്, അപ്പോൾ അത് തടയാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ തെങ്ങിൻ വളങ്ങൾ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ചാണകം ആയിക്കോട്ടെ എല്ലുപൊടി ആയിക്കോട്ടെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ ബൊറാക്സ് എന്ന് പറയുന്ന ബോറോൺ നമുക്കൊരു 250 ഗ്രാം, അത് കൂടാതെ മഗ്നീഷ്യവും സൾഫറും അടങ്ങിയിട്ടുള്ള മഗ്നീഷ്യം സൾഫേറ്റ് ഒരു 1/2 കിലോ എന്നുള്ളത് കൂടി നമ്മൾ പ്രൈമറി ന്യൂട്രിയൻസിൻ്റെ കൂടെ കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെച്ചപ്പെട്ട റിസൾട്ട് നമ്മുടെ വെജിറ്റേറ്റീവ് ഗ്രോത്തിലായിക്കോട്ടെ, നമ്മുടെ കൊഴിച്ചിൽ തടയാനായിക്കോട്ടെ, നമ്മുടെ തേങ്ങയുടെ തൂക്കത്തിനായിക്കോട്ടെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കാണപ്പെടും. അപ്പം നമ്മൾ ശാസ്ത്രീയമായിട്ട് പറയുന്ന സമയത്ത് നമുക്ക് മറ്റൊരു പ്രൊഡക്റ്റ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റിയത് നമ്മുടെ ആംബിൾ ഗ്രാന്യൂൾ എന്ന് പറയുന്നത്. ഈ ആംബിൾ ഗ്രാന്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമിക്, ഫൾവിക്, സീവീഡ്, അമിനോ ആസിഡ്, പോളിപെപ്റ്റൈഡ്സ് തുടങ്ങിയ കോമ്പണൻസിൻ്റെ ഒരു ശേഖരണമാണ് നമ്മൾ ഈ പറയുന്ന ആംബിൾ ഗ്രാന്യൂൾ എന്ന് പറയുന്നത്. ഈ ഒരു ആംബിൾ ഗ്രാന്യൂൾ നമ്മുടെ പുതുവേരടിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ വേരിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ അപ്ടേക്ക് എടുക്കാൻ വേണ്ടിയിട്ടും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ആംബിൾ ഗ്രാന്യൂൾ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു തെങ്ങിന് അറൗണ്ട് ഒരു 100 ഗ്രാം വെച്ചിട്ട് നമ്മുടെ വളപ്രയോഗം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ മെച്ചപ്പെട്ട റിസൾട്ടാണ് 6 to 7 മാസം കഴിയുന്നതോടുകൂടി തന്നെ നമുക്ക് കാണാൻ പറ്റുക. നമ്മുടെ ആംബിൾ ഗ്രാന്യൂളിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മുടെ ഏത് വളത്തിൻ്റെ കൂടെയും കോമ്പാറ്റിബിൾ ആണ്. ഓർഗാനിക് ആയിട്ട് വരുന്ന ഒരു വളം ആണ് നമ്മുടെ ആംബിൾ ഗ്രാന്യൂൾ എന്നുള്ളത്. അപ്പോൾ നമ്മളത് വളത്തിൻ്റെ കൂടെ 100 ഗ്രാം എന്നുള്ള തരത്തിൽ ഇട്ട് കൊടുക്കാം. അതേപോലെ പറയുന്ന സമയത്ത് മറ്റൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ കൺസേർട്ടിൻ്റെ ഒരു ഗ്രാന്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ NPK, പ്രൈമറി ന്യൂട്രിയൻസിലെ NPKയുടെ ഒരു ബാക്ടീരിയയാണ് നമ്മുടെ കൺസേർട്ട് എന്ന് പറയുന്നത്. ഈ കൺസേർട്ട് നമുക്ക് മണ്ണിൽ 100 ഗ്രാം എന്നുള്ള രീതിയിൽ ഇട്ട് കൊടുത്താലും ബെറ്റർ റിസൾട്ട് നമുക്ക് തെങ്ങിൽ കാണാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മണ്ണിൻ്റെ കേരളത്തിൽ ഡേ ബൈ ഡേ നമ്മുടെ മണ്ണിൻ്റെ ഘടന മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് മണ്ണിൽ NPK ബാക്ടീരിയകൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ മണ്ണിലെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ അളവ് കൂട്ടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഫോസ്ഫറസ് ആയിക്കോട്ടെ പൊട്ടാസ്യം ആയിക്കോട്ടെ നമുക്ക് ഇമ്മൊബൈലായിട്ട് നമുക്ക് മണ്ണിൽ ലോക്കായി കിടക്കുന്ന ഒരവസ്ഥയിലുള്ള 2 മൂലകങ്ങളാണ്. അപ്പോൾ ഇതിനെ നമുക്ക് അൺലോക്ക് ചെയ്തെടുക്കാൻ സഹായിക്കുന്ന ഒരു ബാക്ടീരിയ ആണ് NPK ബാക്ടീരിയ എന്നുള്ളത്. അപ്പോൾ ഈ കൺസേർട്ട് ഗ്രാന്യൂൾ ഒരു 100 ഗ്രാം നമ്മളെ വളപ്രയോഗത്തിൻ്റെ കൂടെ കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മണ്ണിൽ ലോക്ക് ചെയ്ത് കിടക്കുന്ന ഫോസ്ഫറസ് ആയിക്കോട്ടെ പൊട്ടാസ്യം ആയിക്കോട്ടെ അൺലോക്ക് ചെയ്തെടുത്ത് നമ്മുടെ ചെടിയിലേക്ക് എത്താൻ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഈ വർഷം നമ്മൾ നമ്മുടെ തെങ്ങിൽ വളം കൊടുക്കുന്ന കർഷകർക്ക് ഇതൊരു പ്രധാനപ്പെട്ട അറിവായിട്ട് കണക്കൂട്ടാം. നമ്മൾ ഈ വർഷം വളപ്രയോഗം ചെയ്യുന്നതോടുകൂടി നമ്മുടെ 100 ഗ്രാം ആംബിൾ, അതേപോലെ തന്നെ 100 ഗ്രാം നമ്മുടെ കൺസേർട്ട് ഗ്രാന്യൂൾ നമ്മുടെ പ്രൈമറി സെക്കൻഡറി മൂലകങ്ങളുടെ കൂടെ ഇട്ട് കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ വരും വർഷങ്ങളിൽ നമുക്ക് മെച്ചപ്പെട്ട റിസൾട്ട് നമുക്ക് നമ്മുടെ തെങ്ങിൻ തോപ്പുകളിൽ കാണാൻ പറ്റും. നന്ദി.